ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ HVAC ഡിസൈന് പൂർണ്ണമായിട്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇൻഡോറിൻ്റെ ഒക്കെ പൊസിഷൻസ്, ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ പൊസിഷൻസ്, അതേപോലെ ഐസോ പാനലിങ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റിയും ഒരു റഫായിട്ടുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് ടോപ്പ് വ്യൂ. ഈ ടോപ്പ് വ്യൂവിനകത്ത് ഓഡിറ്റോറിയത്തിൻ്റെ എൻട്രൻസ് ആണ് ഈ ഭാഗം. ഇത് സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പം ഈ എൻട്രൻസിൽ നമ്മൾ ആ സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, ആ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ ആ വാട്ടർ ടാങ്ക്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്ക് ഇരിക്കുന്ന സ്ഥലത്താണ് ഈ രണ്ട് യൂണിറ്റും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ യൂണിറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ യൂണിറ്റ്, ഈ ഇൻഡോറിൻ്റെ യൂണിറ്റ് ഈ സൈഡിൽ കൊണ്ട് വെക്കാത്തതിൻ്റെ കാരണം എപ്പോഴുമേ ഈ ലാസ്റ്റ് കോളറുകളിൽ ത്രോ കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റേജിലോട്ട് കൂടുതൽ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയാണ് ഒന്ന്. രണ്ടാമത്, ഒരു മെഷീൻ്റെ എയർ വേറൊരു മെഷീൻ വലിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു കോളർ ഇരുന്ന് ത്രോ പുറത്തോട്ട് വരുന്നു, തൊട്ടപ്പുറം വേറൊരു മെഷീൻ്റെ ഇൻടേക്കിലോട്ട് ആ എയർ പോകാൻ പാടില്ല. അപ്പം ആ ഒരു കൺസെപ്റ്റും ഈ പറഞ്ഞ പോലെ തന്നെ കൺസിഡർ ചെയ്താണ് ഈ മെഷീനുകൾ തമ്മിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ മെഷീൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പാർട്ടീഷൻ, ഐസോവോളിൽ ഒരു പാർട്ടീഷൻ ഉണ്ട്. അപ്പം ഈ ഗ്രില്ലിലൂടെ, ഇത് രണ്ടും രണ്ട് ഗ്രില്ലാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതുണ്ടോ, ഇങ്ങനെ രണ്ട് യൂണിറ്റിനും റിട്ടേൺ ഗ്രില്ല് എന്ന് പറയുന്നത് ഈ ഗ്രില്ലാണ്. ഇത് 1 മീറ്ററോളം വീതിയും അതേപോലെ തന്നെ 90 സെൻറ്റിമീറ്റർ ഹൈറ്റ്. ആ ഗ്രില്ലിലൂടെയാണ് ഈ യൂണിറ്റുകൾ റിട്ടേൺ എയർ എടുക്കുന്നത്. അപ്പോൾ ഈ റിട്ടേൺ എയർ എടുക്കുമ്പം ഇതിൻ്റെ ഇടയ്ക്കൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ കൊടുക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു യൂണിറ്റിൻ്റെ റിട്ടേൺ എയർ വേറെ യൂണിറ്റ്, അതായത് രണ്ട് യൂണിറ്റും സെപ്പറേറ്റ് രണ്ട് സ്ഥലത്തിരുന്ന് എടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റില്ല. കാരണം ഈ റിട്ടേൺ എയർ വലിയ ഒരു മെയിൻ പാർട്ടാണ്. പല കാര്യങ്ങളും മെയിൻ പാർട്ടാണെങ്കിലും ഈ റിട്ടേൺ എയറും മെയിൻ പാർട്ടാണ്. നമുക്ക് കൂളിംഗ് എഫിഷ്യൻസി കുറയുക എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള CFM, കറക്റ്റായിട്ടുള്ള എയർ ഈ പറഞ്ഞ ഇൻഡോർ യൂണിറ്റിന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫാൻ കോയിൽ യൂണിറ്റിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സപ്ലൈ അതിനനുസരിച്ച് കുറയും. അപ്പം അത് ഉറപ്പ് വരുത്താൻ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെന്റിലേഷനാണ്. ഈ വെന്റിലേഷനിലൂടെ റിട്ടേൺ എയർ എടുക്കുന്നു. റിട്ടേൺ എയർ എടുത്തിട്ട് ഇത് എല്ലാ മെഷീനും 8.5 ടൺ ആണ്. 8.5 ടൺ ഇൻവെർട്ടർ സീരീസ് ആണ്. 8.5 ടണ്ണിൻ്റെ 5 മെഷീന്. നമ്മൾ ഈ ഓഡിറ്റോറിയത്തിന് മാത്രം 31 TR ആണ് ആവശ്യം വന്നത്. കോൺഫറൻസ് ഏരിയയിൽ 14 TR, അങ്ങനെ മൊത്തം 45 TR. അത് നമ്മൾ 8.5 ടൺ ഇൻറ്റു 5 എന്നുള്ള കൺസെപ്റ്റിൽ ഇത് ചെയ്തു. $8.5 ടൺ ഇൻറ്റു 4, 8.5 ടൺ ഇൻറ്റു 5, 42.5 TR. ഓക്കെ. അപ്പം ഇത് രണ്ടും ഇങ്ങനൊരു ഐസോവോൾ പാനലിങ്ങിനകത്താണ് വരുന്നത്. ഈ ഐസോവോൾ പാനലിങ്ങിനകത്ത് ഇൻഡോർ യൂണിറ്റ് ഇങ്ങനെ ഹാങ് ആയി നിൽക്കുന്നു. ഇതാണ് റിട്ടേൺ എയർ. ശരിക്കും ഈ റിട്ടേൺ എയർ നമുക്ക് ഇത്രയും വലിപ്പത്തിൽ തന്നെ കിട്ടണം. ഇതിന് വലിപ്പം കുറഞ്ഞാൽ ഈ റിട്ടേൺ എയറിന് ഇഷ്യൂസ് ഉണ്ടാവും. അതും ഈ മെഷീൻ്റെ ബാക്ക് സൈഡിൽ കറക്റ്റ് വരുന്നത്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള സ്ഥലത്ത് ഇവിടെ നിന്നൊരു ഡക്റ്റ് ഈ റിട്ടേൺ എയറിന് വേണ്ടി കൊടുക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് ഈ ലിമിറ്റഡ് സ്പേസിനകത്ത് അങ്ങനെ ഒരു ഡക്റ്റ് ഒരു എൽബോയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത കാരണമാണ് നമ്മൾ ഈ വലിപ്പത്തിൽ ഈ സാധനം ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു GI പൈപ്പിൽ, സ്ക്വയർ പൈപ്പിൽ ഒരു സ്ട്രക്ചർ ഉണ്ടായിട്ട് ആ സ്ട്രക്ചറിലാണ് ഇത് ഹാങ് ആയി നിൽക്കുന്നത്. ഇത് നല്ല കംഫർട്ടായിട്ട് നിന്നോളും. മെഷീന് ഇൻഡോർ യൂണിറ്റിന് വരുമ്പോൾ ഏകദേശം ഒരു 45 kgs വെയിറ്റ് കാണും. ഒരു മെഷീന് ഒരു 45 kg വെയിറ്റ് കാണും.
അപ്പം എന്നിട്ട് ഈ ഐസോ പാനലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് 5 mm 50 mm തിക്നെസ് 5 സെന്റിമീറ്ററോളം തിക്നെസ്സും നമ്മുടെ ഡ്രസ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെ, ഡ്രസ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെ, PU ഫോം തന്നെയാണ്. അത് ഡബിൾ സൈഡ് ഈ GIയിൽ ഇൻസുലേറ്റഡ് ആണ്, പെയിന്റഡുമാണ്, പൗഡർ കോട്ടഡുമാണ്. അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് വൈറ്റ് ഷെയ്ഡിലൊക്കെയാണ് വരുന്നത്. അത് വേറെ കളർ വേണമെങ്കിൽ വേറെ കളർ നമുക്ക് കിട്ടും. ഔട്ട്ഡോർ കൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ വെർട്ടിക്കൽ ആണ് ടൈപ്പ്. ഈ 8.5 ടൺ 11 ടൺ എല്ലാം വെർട്ടിക്കൽ. അപ്പോൾ സ്ലിമ്മാണ്, ഈ പറഞ്ഞ യൂണിറ്റ് വളരെ സ്ലിമ്മാണ്. ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ വെച്ചിട്ട് വേണം നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഈ എയർ പുറത്തോട്ട് പോകണം. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും സ്ട്രക്ചറോ ഈ എയർ പുറത്തോട്ട് പോകാത്തതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരെ തിരിച്ച് ഈ രീതിയിൽ, അതായത് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇത് തിരിച്ച് ഇങ്ങനെ വെക്കണം. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നോക്കണം. കാരണം ഈ 2 യൂണിറ്റും ഈ ഒരു രീതിയിൽ വെക്കുമ്പോഴേ അത്രയും സ്പേസ് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് എന്താണ് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കണം. അപ്പോൾ അങ്ങനെ ഔട്ട്ഡോർ യൂണിറ്റിന് അവിടെ വെക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം എന്നിട്ട് ഈ 8.5 ടൺ ഇവിടെ ഇരിക്കുന്ന 8.5 ടൺ ഇതിൻ്റെ സപ്ലൈ മുഴുവനും ഈ ഐസോ പാനലിംഗ് വഴിയാണ് പോകുന്നത്. ഈ ഡക്ട് വരുമ്പോൾ സപ്ലൈ ഡക്ട്, ഈ ഫൈനൽ ഡക്ട് ഞാനത് ലേഔട്ടിൽ വരുമ്പോൾ സാറിന് മെഷർമെൻറ്റും ഡീറ്റെയിൽസ് എല്ലാം അയച്ചുതരാം. സ്റ്റാർട്ടിംഗ് ഡക്ട് എല്ലാ യൂണിറ്റിനും സ്റ്റാർട്ടിംഗ് ഡക്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 85 ആയിരിക്കും. 800 × 300 ആയിരിക്കും. 85 അല്ല, 800 × 300 ആണ് എല്ലാ സപ്ലൈ ഡക്റ്റിൻ്റെയും സ്റ്റാർട്ടിങ്. അതേപോലെ തന്നെ ഒരു മിനിറ്റ് സാറേ,